ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാംസ്കാരിക വികാസത്തിൽ രംഗകലകളുടെ സംഭാവന വളരെ വലുതാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചു. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് അനുമതി സംബന്ധിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം ശുഭകരമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. സെമി കണ്ടക്ടർ മേഖലയിൽ രാജ്യം അതിവേഗം മുന്നേറുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരത്ത് സെമികോൺ ഇന്ത്യ ഫ്യൂച്ചർ ഡിസൈൻ പരിപാടി കേന്ദ്ര സഹമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ISL ഫുട്ബോളിൽ ഇന്ന് FC ഗോവ ഈസ്റ്റ് ബംഗാൾ FCയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാംസ്കാരിക വികാസത്തിൽ രംഗകലകളുടെ സംഭാവന വളരെ വലുതാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2022-2023 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി അവാർഡുകൾ സമ്മാനിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഭാരതത്തിന്റെ കലാപാരമ്പര്യം കൂടുതൽ ഉന്നതിയിലെത്തിക്കാൻ വിവിധ കലാരൂപങ്ങൾക്ക് സാധിക്കട്ടെയെന്നും രാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ 94 പ്രമുഖ കലാകാരന്മാരാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. 7 പ്രമുഖ കലാകാരന്മാർക്കുള്ള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ശ്രീമതി മുർമു സമ്മാനിച്ചു. വികസിത ഇന്ത്യയ്ക്ക് ബീഹാറിന്റെ വികസനം പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിനായുള്ള എല്ലാ ശ്രമങ്ങളും NDA സർക്കാർ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാറിലെ പടിഞ്ഞാറൻ ചമ്പാരനിലെ ബേതിയയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. തുടർന്ന് പൊതുയോഗത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. വന്യജീവി ആക്രമണം മൂലമുള്ള ദാരുണ സംഭവങ്ങൾ കണക്കിലെടുത്ത് മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാൻ തീരുമാനം. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഇതിനായി മുഖ്യമന്ത്രി അധ്യക്ഷനായ സമിതി രൂപീകരിക്കും. വന്യജീവി സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിലവിലുള്ള ജാഗ്രതാ സമിതികൾ പ്രാദേശിക തലത്തിൽ വന്യജീവി സംഘർഷം തടയുന്നതിനുള്ള നടപടികൾ തയ്യാറാക്കി നടപ്പാക്കും. വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് ആവശ്യമായ ജലലഭ്യത ഉറപ്പാക്കാനും തീരുമാനമായി. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകാമെന്ന് സുപ്രീംകോടതിയെ അറിയിച്ച 13,000 കോടി രൂപ നിയമപ്രകാരം അർഹതപ്പെട്ടതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. കടമെടുപ്പ് അനുമതി ശുഭകരമാണെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ തർക്കങ്ങൾ ഇല്ലെന്നും സഹകരണ മനോഭാവത്തോടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സെമി കണ്ടക്ടർ മേഖലയിൽ രാജ്യം അതിവേഗം മുന്നേറുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ 4ാമത് സെമികോൺ ഇന്ത്യ ഫ്യൂച്ചർ ഡിസൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. തിരുവനന്തപുരം വലിയ മലയിലുള്ള IIST ക്യാമ്പസിൽ സെമി കണ്ടക്ടർ ഗവേഷണ കേന്ദ്രം ഭാരത് സെമി കണ്ടക്ടർ റിസർച്ച് സെന്റർ ആരംഭിക്കുമെന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കന്നി വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ മേരാ പെഹ്ല വോട്ട് ദേശ് കെ ലിയെ എന്ന പ്രചാരണ പരിപാടിയുമായി കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ പുരോഗതിക്കായി 18 വയസ്സ് പൂർത്തിയായ എല്ലാവരും വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കണമെന്ന് നടി പ്രവീണ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഭാരതീയരായ നമ്മൾ ഓരോരുത്തർക്കും ഭാരതത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ വ്യക്തമായ ഓരോരോ അവകാശങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് വോട്ട് ചെയ്യുക എന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സ് മുതൽ ഈ കഴിഞ്ഞ ഇലക്ഷൻ വരെ ഞാനത് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ പറയാനുള്ളത് കന്നി വോട്ടർമാരോടാണ്. 18 വയസ്സായിട്ടുള്ള എല്ലാവരും, ആൺകുട്ടികളും പെൺകുട്ടികളും, നിങ്ങളുടെ വോട്ടവകാശം കൃത്യമായിട്ട് വിനിയോഗിക്കണം, അത് രേഖപ്പെടുത്തണം. അത് നമ്മുടെ ഭാരതത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ആയിരിക്കണം, ഭാരതത്തിന്റെ ഉന്നമനത്തിനുള്ളതായിരിക്കണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പൊതു തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സമൂഹത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ നൽകുന്ന കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ പുരസ്കാരങ്ങൾ രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിതരണം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു. കേരള ജ്യോതി പുരസ്കാരം സാഹിത്യകാരൻ T. പത്മനാഭന് സമ്മാനിച്ചു. ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ്, ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ തസ്തികയിലേക്ക് 2 വർഷ കരാർ അടിസ്ഥാനത്തിൽ പ്രസാർ ഭാരതി അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾ newsonair.gov.in/vacancies എന്ന വെബ്സൈറ്റിൽ ഓൺലൈൻ അപേക്ഷകൾ applications.prasarbharati.org എന്ന ലിങ്കിൽ മാർച്ച് 19 ലഭിക്കേണ്ടതാണ്.
ISL ഫുട്ബോളിൽ ഇന്ന് FC ഗോവ ഈസ്റ്റ് ബംഗാൾ FC പോരാട്ടം. രാത്രി 7:30 ഗോവയിലെ ഫത്തോദ സ്റ്റേഡിയത്തിലാണ് മത്സരം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ ധരംശാലയിൽ നടക്കും. ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാവിലെ 9:30 ആരംഭിക്കും. 4ാം ടെസ്റ്റ് വിജയത്തോടെ ഇന്ത്യ പരമ്പര 3-1 സ്വന്തമാക്കിയിരുന്നു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ മറ്റന്നാൾ കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. തിരുവനന്തപുരത്ത് രാജാനക് പുരസ്കാരദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യ അതിഥിയാകും. ബംഗളൂരുവിലെ ISRO കേന്ദ്രം സന്ദർശിക്കുന്ന അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. തമിഴ്നാട് കോയമ്പത്തൂരിലെ ഈശ യോഗ കേന്ദ്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങളിലും ശ്രീ ധൻകർ പങ്കെടുക്കും. ശിവരാത്രിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ വെള്ളി, ശനി ദിവസങ്ങളിൽ സർവീസ് ദീർഘിപ്പിക്കും. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിന് എത്തുന്നവരുടെ സൌകര്യാർത്ഥമാണ് സമയം നീട്ടുന്നത്. ആലുവയിൽ നിന്നും തൃപ്പൂണിത്തുറ ടെർമിനലിൽ നിന്നും ഈ ദിവസങ്ങളിൽ രാത്രി 11:30 വരെ സർവീസ് ഉണ്ടായിരിക്കും. ശനിയാഴ്ച പുലർച്ചെ 4:30 സർവീസ് ആരംഭിക്കും. എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ നിസാം റാവുത്തറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. പുരോഗമന പക്ഷത്ത് നിന്ന എഴുത്തുകാരനായിരുന്നു അദ്ദേഹമെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. പത്തനംതിട്ട കടമ്മനിട്ടയിലെ വസതിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന പുതിയ ചിത്രം വെള്ളിയാഴ്ച റിലീസിന് ഒരുങ്ങവെയാണ് മരണം. അഴിമതിയും ഖജനാവ് ചോർച്ചയും ഇല്ലാതായ 10 വർഷത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. തിരുവനന്തപുരത്ത് വാമനപുരം മണ്ഡലം NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന സൌകര്യ വികസനത്തിൽ രാജ്യം വലിയ കുതിപ്പാണ് നടത്തിയതെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. LDF കണ്ണൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നാളെ നടക്കും. വൈകിട്ട് കളക്ടറേറ്റ് മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് PK ശ്രീമതി ഉദ്ഘാടനം ചെയ്യും. കേരള സർവകലാശാല യുവജനോത്സവത്തിന് നാളെ തിരുവനന്തപുരത്ത് തിരിതെളിയും. പാളയം കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ വൈകിട്ട് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര നടി നവ്യ നായർ മുഖ്യ അതിഥിയാകും. ഈ മാസം 11 വരെയാണ് യുവജനോത്സവം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ 1 കോടി രൂപയുടെ ഗ്രാന്റിന് അർഹത നേടി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. 10 ഓപ്പൺ സർവകലാശാലകളാണ് ഇത്തവണ ഗ്രാന്റിന് തെരഞ്ഞെടുക്കപ്പെട്ടത്. UGC ഈ തുക സർവകലാശാലയ്ക്ക് നേരിട്ട് നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാംസ്കാരിക വികാസത്തിൽ രംഗകലകളുടെ സംഭാവന വളരെ വലുതാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചു. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് അനുമതി സംബന്ധിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം ശുഭകരമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. സെമി കണ്ടക്ടർ മേഖലയിൽ രാജ്യം അതിവേഗം മുന്നേറുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരത്ത് സെമികോൺ ഇന്ത്യ ഫ്യൂച്ചർ ഡിസൈൻ പരിപാടി കേന്ദ്ര സഹമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ISL ഫുട്ബോളിൽ ഇന്ന് FC ഗോവ ഈസ്റ്റ് ബംഗാൾ FCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.